നമസ്തേ സജ്ജനങ്ങളെ. മകരക്കൂറിൽ ഉൾപ്പെടുന്നതായ നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മകരസംക്രമം മുതൽ പെട്ടെന്ന് അനുഭവവേദ്യമായി വന്നേക്കാവുന്നതായ ചില അനുഭവ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, വ്യാഴത്തിൻ്റെ സ്ഥിതി ഈ മകരമാസം മുതൽ 6, 7 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മകരസംക്രമം മുതൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിയും അവർ ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്കൊരു മാറ്റവും അത് അനുഭവവേദ്യമായി വരാൻ പോകുന്നുവെന്ന് നിങ്ങളെ ഭക്തിപൂർവ്വം അറിയിക്കുന്നു. പ്രത്യേകിച്ചും 6ാം ഭാവം മകരം, വാളെടുത്ത ഭദ്ര. അപ്പോൾ ഭദ്രാഭഗവതി ക്ഷേത്രം, അതായത് കൊടുങ്ങല്ലൂരമ്മ, നമ്മുടെ കുടുംബ ഭരദേവതയായ ഭദ്രാഭഗവതി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും ദേവപ്രീതിയും നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടകാര്യ ഫലസിദ്ധി എന്നാണ് 6ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. 7ാം ഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അംഗദൻ അധികാരസിദ്ധിയാണ്. ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസുകളിലോ സർക്കാർ സർവീസുകളിലോ അവർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ ലോണ്, ചിട്ടി, വായ്പ എന്നിവ മൂലം കഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഈ നക്ഷത്രനാമാക്കൾക്ക് കേസിൽ നിന്നും വിജയിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നും വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ച് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതും ആണ്. കേസ് സംബന്ധമായി ബുദ്ധിമുട്ടുന്നവര് ചെറുവള്ളി ദേവീക്ഷേത്രത്തിന്റെ ഉപദേവതാഭാവമായ ജഡ്ജി അമ്മാവൻ സന്നിധിയിൽ അവിടെ യഥാവിധി വഴിപാടുകൾ ചെയ്താൽ കേസ് പെട്ടെന്ന് വിജയിക്കുന്നതായ അനുഭവങ്ങൾ നിരവധിയാണ്. വിഷ്ണു സഹസ്രനാമാർച്ചന മുടങ്ങാതെ തുടരുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക് എന്നിവ കൂടി നമ്മൾ ചെയ്തു കൊള്ളേണ്ടതാണ്.